Hello students, welcome back to the channel EduScore. So ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിന്റെ NCERT ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് ആണ് കാണാൻ പോകുന്നത്. So first part of this video has already been uploaded on the channel. If you have not watched it, click on the link in the description box and then you will be able to see all the videos of 8th standard. So നമുക്ക് start ചെയ്യാം. How do we periodize? So last classൽ നമ്മൾ videos of 8th standard. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ഡു വി പീരിയഡൈസ്? സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പീരിയഡൈസ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് ഹിസ്റ്ററി എഴുതിയത്, അതോ ലേൺഡ് അബൌട്ട് ദ ഗവർണർ ജനറൽസ് ഓഫ് ദി ബ്രിട്ടീഷ് ഇന്ത്യ. സോ ഇൻ ദിസ് ക്ലാസ് വിൽ ബി ലേണിംഗ് ഹൗ ഡു വി പീരിയഡൈസ്. In 1817, James Mill, a Scottish economist and political philosopher, published a massive 3-volume work, A History of British India. In this, he divided Indian history into 3 periods: Hindu, Muslim, and British. This periodization came to be widely accepted. Can you think of any problem with this way of looking at Indian history? So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു that the Britishers, they divided the history into 3 segments, which is Hindu era, Muslim era, and British era. അവരങ്ങനെ 3 periods ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. So, this was done by James Mill, a Scottish economist and political philosopher. അയാൾ എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നൊരു ബുക്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു, വിച്ച് ഇസ് ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. സോ മുസ്ലിം ബിക്കോസ് ഓഫ് ദ സൾട്ടനേറ്റ് ആൻഡ് ബ്രിട്ടീഷ് ബിക്കോസ് ദ ബ്രിട്ടീഷ് വെർ റൂളിംഗ്, ആൻഡ് അതിന് മുമ്പ് ഹിന്ദു കിങ്സ് ആയിരുന്നു മോസ്റ്റ് പ്രിവലൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കിങ്സ്. സോ അതുകൊണ്ടാണ് അവരങ്ങനെ ഡിവൈഡ് ചെയ്തത്. പക്ഷേ ഇത് ആ സമയത്ത് വളരെ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിരുന്നു. ബട്ട് ഡു യു തിങ്ക് ദാറ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടോ? ലൈക്ക് ഇസ് ഇറ്റ് എ ഗുഡ് വേ ഓഫ് ഡിവിഷൻ? നോ, റൈറ്റ്? ബിക്കോസ് വെറും റിലീജിയൻ ഇസ് നോട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. There were many other factors also during that time which are equally important and which historians understand history and divide it. This is not the only reason. Hindu, Muslim, British എന്ന് മാത്രമല്ല, there are many other things also which were going on during that time. Why do we try and divide history into different periods? We do so in an attempt to capture the characteristics of a time, its central features as they appear to us. So please underline this. So നമ്മൾ ഹിസ്റ്ററിനെ എന്തിനാണ് വേറെ വേറെ പീരിയഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ ആ സമയത്തുള്ള ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് ടൈം പറഞ്ഞാൽ ആ സമയത്ത് നടന്ന സംഭവത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ. ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. സോ അറ്റ് ദാറ്റ് ടൈം ദർ വർ മെനി ഇൻഡസ്ട്രീസ് വിച്ച് ആർ കമ്മിങ് അപ്പ്. സോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ദർ വർ നോട്ട് മെഷീൻസ് ആൻഡ് ഓൾ. സോ ദാറ്റ്സ് വൈ പ്രീ ഇൻഡസ്ട്രിയൽ പീരിയഡ്, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ പീരിയഡ് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ വലിയ മെഷീൻസും ഓട്ടോമേഷനും ഈ ഫാക്ടറീസും ഇതൊക്കെ ഗ്രോ ആയ സമയം അത് ആ സമയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതിൻ്റെ മുമ്പ് അങ്ങനത്തെ ഗ്രോത്ത് ഇല്ലായിരുന്നു. സോ ഇൻ ദാറ്റ് വേ സമയം അത് ആ സമയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതിൻ്റെ മുമ്പ് അങ്ങനത്തെ ഗ്രോത്ത് ഇല്ലായിരുന്നു. സോ ഇൻ ദാറ്റ് വേ വി ക്യാൻ സെൻട്രൽ ഫീച്ചേഴ്സ്. സോ ഇതിലെ സെൻട്രൽ, ഞാൻ ഇപ്പം പറഞ്ഞ എക്സാമ്പിളിൻ്റെ സെൻട്രൽ ഫീച്ചർ എന്താണോ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ or the coming up of big industries. So the terms through which we periodize, that is, demarcate the difference between periods, become important. They reflect our ideas about the past. They show how we see the significance of the change from one period to another. So നമ്മൾ ഓരോ സമയത്തിന് എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ അതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് is what defines ആ സമയത്ത് എന്താ സംഭവിച്ചത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് യുവർ ലൈഫ് or your elder sister's life. Suppose she is in college. So in her life, she will tell pre-college, post-college. Or else you can say primary, that is before 5th standard, and then secondary, that is after 6th standard to 10th standard. So അങ്ങനെ പല ഡിവിഷൻസ് ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് വി തിങ്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. കോളേജിൽ പോയില്ല, അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് വെച്ചാൽ ബിഫോർ കോളേജ്, ആഫ്റ്റർ കോളേജ്, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഇറ്റ് ജസ്റ്റ് ഷോസ് ഈ ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്ന ഡിവിഷൻ അവർ ചെയ്തതിൽ ഇറ്റ് ജസ്റ്റ് ഷോസ് വാട്ട് ദേ തോട്ട് വാസ് ഇമ്പോർട്ടൻറ്റ്.
ആ സമയത്ത് they thought that religion domination. James Mill thought all Asian societies were at a lower level of civilization than Europe. So ജെയിംസ് മിൽ എന്താ ആലോചിച്ചത്, യൂറോപ്പിലെ സിവിലൈസേഷൻ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അതിനെക്കാട്ടും താഴെയാന്നു ഏഷ്യയിലെ ലൈഫ് സ്റ്റൈൽ. ഏഷ്യ മീൻസ് ഇന്ത്യ, ശ്രീലങ്ക, ചൈന, സൗത്ത് കൊറിയ, അങ്ങനെ പല all of Asia, okay, all these Asian countries. സോ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഇറ്റ് ഈസ് ലോവർ, ആ സിവിലൈസേഷൻ്റെ സ്റ്റാൻഡേർഡ് ലോ ആണെന്നാണ് അവർ വിചാരിച്ചത്. ലൈക്ക് ദാറ്റ് വാസ് ഹിസ് തിങ്കിങ്. According to his telling of history, before the British came to India, Hindu and Muslim despots ruled the country. Religious intolerance, caste taboos, and superstitious practices dominated social life. So, according to what he wrote, he told that ബ്രിട്ടീഷ് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ വെറും ഹിന്ദു മുസ്ലിം രാജാക്കന്മാർ റൂൾ ചെയ്യായിരുന്നു. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഫൈറ്റ് ചെയ്യും, വാർ നടത്തും, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ റിലീജിയസ് ഇൻടോളറൻസ് ഹൈ ആണെന്നു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഫൈറ്റ് ചെയ്യും, വാർ നടത്തും, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ റിലീജിയസ് ഇൻടോളറൻസ് ഹൈ ആണെന്നു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആ സമയത്തെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സ് ഉണ്ടായിരുന്നു, പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. ദാറ്റ് ടൈം വാട്ട് വാസ് ദ സൂപ്പർസ്റ്റിഷ്യസ് പ്രാക്ടീസ് വാസ് സതി സിസ്റ്റം. സതി സിസ്റ്റം എന്താന്ന് വെച്ചാൽ, ഇഫ് ദി ഹസ്ബൻഡ് ഡൈസ് then the wife is also put in the fire. നമ്മൾ ക്രിമേറ്റ് ചെയ്യുമ്പം കത്തിക്കല്ലേ ചെയ്യുക ഹിന്ദു കൾച്ചറിൽ. സോ ദ വൈഫ് ഇസ് ഓൾസോ പുട്ട് ഇൻ ദാറ്റ് ഫയർ. അങ്ങനെ സതി സിസ്റ്റം ഉണ്ടായിരുന്നു, വിച്ച് ഇസ് എ വെരി ഹൊറിബിൾ പ്രാക്ടീസ്. സോ അതൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ബ്രിട്ടീഷ് വന്നതിന് ശേഷമാണ് ഇന്ത്യ കുറച്ച് നന്നായതെന്നാണ് ഇവർ പറയുന്നത്. British rule, Mill felt, could civilize India. To do this, it was necessary to introduce European manners, arts, institutions, and laws in India. Mill, in fact, suggested that the British should conquer all the territories in India to ensure the enlightenment and happiness of the Indian people, for India was not capable of progress without British help. So, James Mill എന്താ പറഞ്ഞത്, that ബ്രിട്ടീഷ് വന്നതിന് ശേഷം ബ്രിട്ടീഷ് കുഡ് ഹെൽപ്പ് സിവിലൈസ് ഇന്ത്യ. ഈ കൾച്ചറിൽ നിന്നും കുറച്ചുകൂടി യൂറോപ്യൻ കൾച്ചറിലേക്ക്. ഹി തോട്ട് ദാറ്റ് സിവിലൈസ്ഡ് ബിഹേവിയർ ഇസ് ഓൺലി ഇൻ യൂറോപ്പ്. സോ ഹി wanted our behavior to reach European standards. To do that, it was necessary to introduce European manners, arts, institution, laws. ഇതൊക്കെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നു. ആൻഡ് മിൽ പറഞ്ഞു that British should start ruling full of India. ചില പാർട്സ് അല്ലാണ്ട് ഫുൾ ഇന്ത്യൻ they should start ruling, so that the Indian people become very happy, very intelligent, very forward thinking, അങ്ങനെ. ആൻഡ് വിത്തൗട്ട് ബ്രിട്ടീഷ് ഹെൽപ്പ് നമ്മൾ ഇന്ത്യക്ക് പ്രോഗ്രസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് മില്ല് പറഞ്ഞത്. ഇൻ ദിസ് ഐഡിയ ഓഫ് ഹിസ്റ്ററി, British rule represented all the forces of progress and civilization. The period before British rule was one of darkness. Can such a conception be accepted today? So, historians എങ്ങനെയാണോ ഹിസ്റ്ററി എഴുതുന്നത്, ദാറ്റ് ഈസ് ഹൗ ഹിസ്റ്ററി കംസ് ഔട്ട്, റൈറ്റ്? സോ അങ്ങനെയാണോ നമ്മൾ വായിക്കുക. നമുക്ക് വി were not there during that time, so we don't know what happened. സോ ഇങ്ങനെ ആൾക്കാരെ എഴുതിയത് ഒക്കെ വായിച്ചിട്ടാണ് നമ്മൾ ആലോചിക്കുക. What happened, we'll be able to understand. Okay, so but we should remember that what is been written by historian is his way of thinking. അയാൾ എങ്ങനെയാണോ വേൾഡിനെ നോക്കുന്നത്, അയാളെ രീതി എന്താണോ ആലോചിക്കുന്ന രീതി, so that is what he'll put on paper, right? So that is not 100% true. അത് അവരെ രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. സോ അതിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, ബട്ട് വി ഷുഡ് നോട്ട് ഓൾവേസ് ടേക്ക് ഇറ്റ് ആസ് 100%. സോ ഇവിടെ ഈ മില്ല് പറഞ്ഞില്ലേ ബ്രിട്ടീഷ് റൂളിന് മുമ്പ് ഇന്ത്യ ഡാർക്ക്നെസ്സിലായിരുന്നു എന്നൊക്കെ. സോ ഇങ്ങനത്തെ ഒരു ഐഡിയ നമുക്കിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻ എനി കേസ്, ക്യാൻ വി റെഫർ ടു എനി പീരിയഡ് ഓഫ് ഹിസ്റ്ററി ആസ് ഹിന്ദു ഓർ മുസ്ലിം? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഹിന്ദു അവർ ദേ ഹാഡ് പീരിയഡൈസ്ഡ്, റൈറ്റ്, ഇൻ ടു ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ്. സോ ആ ഹിന്ദു പീരിയഡിലും there were people who were Muslims. In Muslim period also there were people who were Hindus. So ഈ രണ്ട് ഫെയ്ത്തിലെ ആൾക്കാർ, രണ്ട് റിലീജിയനിലെ ആൾക്കാരും ഈ സമയത്തെല്ലാം ഉണ്ടായിരുന്നു. സോ വി കാൻ ജസ്റ്റ് സേ ദാറ്റ് ഇറ്റ് ഇസ് ഹിന്ദു or it is just Muslim. അങ്ങനെ we can't say. Did not a variety of faiths exist simultaneously in these periods? ഒരേ സമയത്ത്
both these religions and a variety of religions like Buddhism, Jainism, ഇതൊക്കെ exist ചെയ്തിരുന്നു. Why should we characterize an age only through the religion of the rulers of the time? Right. To do so is to suggest that the lives and practices of the others do not really matter. We should also remember that even rulers in ancient India did not all share the same fate. So, ancient India, there were different religions rulers. For example, Ashoka, he was Buddhist. He followed Buddhism later. And there were Hindu rulers. There were other religions also which ruled. James Mill's suggestion only says that the lives of normal people didn't matter. Only the life and religion of the ruler mattered. അങ്ങനെയല്ല അയാൾ എഴുതിയ history. So, that is something which is not quite agreeable. Moving away from British classification, historians have usually divided Indian history into ancient, medieval, and modern. This division too has its problems. So, British history Britishers divide either Hindu, Muslim, British. But normal other historians, how they divide Britishers divide either Hindu, Muslim, British. But normal other historians, how they divide civil and modern. പക്ഷേ ഈ ഡിവിഷനിൽ ഒരു പ്രോബ്ലം ഉണ്ട്. See what it is. It is a periodization that is borrowed from the West, where the modern period was associated with the growth of all the forces of modernity, science, reason, democracy, liberty, and equality. So, ഈ type of division, ancient, medieval, and modern, this was taken from the West. So, Europe, US, ആ region നമ്മളിത് എടുത്തത്. So what they defined as modern is, modern എപ്പോഴാണ് നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ കാണുന്ന രീതിയിൽ വന്ന ചേഞ്ചസ് ഒക്കെ എപ്പോഴാണോ വരാൻ തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ സയൻസ്, ഇറ്റ് ഈസ് എ വെരി ബിഗ് റീസൺ. ആലോചിക്കാൻ തുടങ്ങി. ഫിലോസഫി, റീസൺ. ഓക്കെ. ഡെമോക്രസി പറഞ്ഞാൽ അറിയില്ലേ, എലക്ഷൻ ചെയ്തിട്ട് വോട്ട് ചെയ്തിട്ട് നമ്മൾ ലീഡറിനെ ചൂസ് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് ഇറ്റ് വാസ് മൊനാർക്കി, റൈറ്റ്? മൊനാർക്കി നിങ്ങൾക്ക് ഇപ്പോഴും യു ക്യാൻ സീ different kind of monarchy in UK, United Kingdom. അവിടെ monarchy ഉണ്ട്. The monarch acts like the president. The Queen Elizabeth, she acts like the president. നമ്മളെ ഇന്ത്യയിലെ president എങ്ങനെയാണോ, that's how she acts. And there's a prime minister along with that. So there is science, reason, democracy, liberty, freedom, equality, എല്ലാവരെയും equal ആയിട്ട് treat ചെയ്യുന്നത്. So all these things, when it was accepted or adapted, that is when they consider as modern period. Medieval was a term used to describe a society where these features of modern society did not exist. So medieval is the period before modern where ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. Can we uncritically accept this characterization of the modern period to describe the period of a study? നമ്മൾ uncritically പറഞ്ഞാൽ ക്രിട്ടിക് ചെയ്യാണ്ട് പറഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിച്ച് കംപ്ലെയിൻ ചെയ്യാണ്ട് നമുക്കതിനെ സിമ്പിളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ വിതൗട്ട് എനി ആർഗ്യുമെന്റ്സ്? ആസ് യു വിൽ സീ ഇൻ ദിസ് ബുക്ക്, under British rule, people did not have equality, freedom, or liberty, nor was the period one of economic growth and progress. So we can't accept that because British rule under, we did not have equality, we did not have freedom or liberty, and also there was a decrease in economic growth and progress. സോ അവർ വന്ന് ഇതൊക്കെ നമ്മളെ തല തിരിഞ്ഞു പോവാണ് ചെയ്തത്. സോ ബിഫോർ ദാറ്റ് ഓൾസോ there were of course inequalities, but during this time especially we can point out that there was inequality because this is even more closer to the time we are living in. So we have more proofs, more documentation. So we can't state that time as modern according to the definition. Many historians therefore refer to this period as colonial. So the definition നമ്മൾ അവരിവിടെ വന്ന് അവരെ ഫുൾ രാജ്യം ഭരിച്ചു, നമ്മളെ രാജ്യം ഭരിച്ചു. സോ അത് കൊളനൈസ് ചെയ്തു. What is colonial? In this book you will read about the way the British came to conquer the country and establish their rule, subjugating local nawabs and rajas. So British നമ്മളെ കൺട്രിയിൽ വന്നു. അവർ ട്രേഡിനായിരുന്നു ഏറ്റവും ആദ്യം വന്നത്. So they came to our country. അവർ ട്രേഡ് ചെയ്ത് മെല്ലെ അവർ ലോക്കൽ നവാബ്സ് പറഞ്ഞാൽ മണി ലെൻഡേഴ്സ്, അവിടുത്തെ
ചെറിയ രാജാക്കന്മാരുണ്ടാവില്ല പറഞ്ഞ രാജാവല്ല, ദിൽ ബി ദ ഹെഡ് ഓഫ് ദ സ്മോൾ ഏരിയ. സോ അങ്ങനത്തെ നവാബ്സിനെ രാജാസിനെ അവർ ഫൈറ്റ് ചെയ്തിട്ട് തോൽപ്പിച്ചു. ആൻഡ് ദെൻ they established their rule. You will see how they established control over the economy and society, collected revenue to meet all their expenses, bought the goods they wanted at low prices, produced crops they needed for export, and you will understand the changes that came about as a consequence. ഇവിടുത്തെ രാജാക്കന്മാരെ പോലെ ദേ കളക്റ്റഡ് ടാക്സ്. അവർക്ക് യു കെയിലേക്കും യൂറോപ്പിലേക്കും ട്രേഡിന് വേണ്ടി അയക്കേണ്ട ക്രോപ്സിനെ മാത്രം ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ ദേ ബ്രോട്ട് അവർക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ദേ ബോട്ട് അറ്റ് ലോ പ്രൈസസ്. അങ്ങനെയൊക്കെ കുറേ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തു നമ്മുടെ കൺട്രീനെ. യു വിൽ ഓൾസോ കം ടു നോ അബൌട്ട് ദ ചേഞ്ചസ് ബ്രിട്ടീഷ് റൂൾ ബ്രോട്ട് അബൌട്ട് ഇൻ വാല്യൂസ് ആൻഡ് ടേസ്റ്റ്സ്, കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്. സോ നമ്മൾ തിങ്കിങ് രീതി അവർ ചെറുങ്ങനെ മാറ്റി. ഇവിടുത്തെ ഓരോരോ കസ്റ്റംസ്, ഓരോരോ പ്രാക്ടീസസ് അതൊക്കെ മാറ്റി. When the subjugation of one country by another leads to these kind of political, economical, social and cultural changes, we refer to the process as colonization. So this is a very important paragraph. What is colonization, Varna? You can write the changing of the economic, political, social and cultural aspects of a country by controlling the economy and society and collecting revenue and buying goods at low prices, producing crops steadily by controlling the economy and society and collecting revenue and buying goods at low prices, producing crops steadily, and also bringing about changes in the values and tastes, customs and practices. Idokka, kind of changes when one country puts on another is what is known as colonization. So this paragraph is important. Please mark it, underline it. സോ അവർ ഇങ്ങനത്തെ പല ചേഞ്ചസ് നമ്മളെ കൺട്രിയിൽ കൊണ്ടുവന്നു ബിക്കോസ് ദേ വെർ റൂളിങ് അവർ കൺട്രി. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് colonization. You will however find that all classes and groups did not experience these changes in the same way. That is why the book is called Our Pasts in plural. So എല്ലാ രീതിയിലും എക്കണോമിക് രീതിയിൽ let us consider the poor, the super rich, they both did not have the same experience of British colonization. Some people might have had very good experience. They might have been brutally hurt. So each kind of people have each different. That is why each kind of people have different pasts, right? So that is why we are calling our pasts, not our past. Okay. So the next part we'll be looking at in the next class. Please make sure you have subscribed to the channel, and also all the best. Study well.